പ്രണയിനിയുടെ കരളിൽ വിരിഞ്ഞ പൂക്കളുടെ സുഗന്ധമാണത്രേ നിലാവിന്. ജോൺസൺ മാസ്റ്റർ എന്ന അതുല്യ സംഗീത സംവിധായകന്റെ കരളിൽ വിരിഞ്ഞ ഈ മനോഹരമായ ഗാനം ഇതാ വേദിയിൽ ആസ്വദിച്ചറിയൂ. വേദിയിലെത്തുന്നു ജിതിൻ. അനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ, അനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ, ഒരു രാഗമാലയായി ഇതു നിന്റെ ജീവനിൽ അണിയൂ അണിയൂ അഭിലാഷ പൂർണിമേ. അനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ. പ്രഭാതഗീതങ്ങൾ കേൾക്കുമീ തുഷാരമേഘങ്ങൾ, കായലിൻ പ്രഭാതഗീതങ്ങൾ കേൾക്കുമീ തുഷാരമേഘങ്ങൾ, നിറമേകും ഒരു കുളിരോലും ശുഭവേളയിൽ പ്രിയതേ, മമ മോഹം നീയറിഞ്ഞോ, മമ മോഹം നീയറിഞ്ഞോ. അനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ. മൈനകൾ പദങ്ങൾ പാടുന്നു, കൈതകൾ വിലാസമാടുന്നു. മൈനകൾ പദങ്ങൾ പാടുന്നു, കൈതകൾ വിലാസമാടുന്നു. കനവെല്ലാം കതിരാകുവാനെന്നുമെൻ്റെ തുണയാകുവാൻ വരദേ, അനുവാദം നീ തരില്ലേ, അനുവാദം നീ തരില്ലേ. അനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ, ഒരു രാഗമാലയായി ഇതു നിന്റെ ജീവനിൽ അണിയൂ അണിയൂ അഭിലാഷ പൂർണിമേ. അനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ
പൂക്കൾ. താങ്ക് യു ജിതിൻ, ചേച്ചി. എങ്ങനെ ഇത്രയും ഭംഗിയായിട്ട് പാടാൻ കഴിയുന്നത്? സൂപ്പറായി. സുജാ ചേച്ചി പറയും. Jiten, you rocked. താങ്ക് യു Beautiful. താങ്ക് യു. Very expressive. നേരെ ഹാർട്ടിലേക്ക് തന്നെ കയറി. അതാണ്. അതെ. ഒരേ ഒരു സ്ഥലത്ത് മാത്രം എന്താ ജോൺസേട്ടന് ഇട്ടത് ഇഷ്ടമായില്ല എന്ന് തോന്നുന്നു. അണിയൂ ഇത്രയുള്ളൂ. അണിയൂ അണിയൂ എന്ന് പാടിയയാള്. അണിയൂ അതാണ് പാടിയിരുന്നത്. അണിയൂ. അത്രേ ഉള്ളൂ. ഒരു പ്രാവശ്യം ഞങ്ങൾ ആദ്യം തെറ്റിപ്പോയതാന്ന് ചോദിച്ചാൽ അടുത്താണ് ശരിയാവും. പക്ഷെ അത് അവസാനം വേണമെങ്കിൽ പാടിക്കോളൂ, അത് ജിത്തിന്റെ ഇഷ്ടം. പക്ഷെ ഒരു പ്രാവശ്യം മുറിഞ്ഞാലും പാടണം. അവിടെ മാത്രമേ ഒരു അഭംഗി തോന്നിയുള്ളൂ, അതിൽ ഒട്ടാതിരുന്ന പോലെ. ബാക്കിയൊക്കെ ഉഗ്രനായിരുന്നു. താങ്ക് യു സുചേച്ചി. ശരത് സാർ. ജിതൻ സർ. നന്നായിട്ട് പാടി ജിതൻ. താങ്ക് യു. അക്ഷരങ്ങൾ കുറച്ചും കൂടെ കടിക്കാതെ പറയാൻ തോന്നി. അനുരാഗിണി അങ്ങനെ ആക്കേണ്ട കാര്യമില്ലല്ലോ, അനുരാഗിണിയല്ലേ അല്ലേ? അതോ അനുരാഗിണി വല്ല ക്ലാസിക്കൽ മ്യൂസിഷ്യൻ വല്ലതും ആണോ? അങ്ങനെ കാണാണോ? അങ്ങനെയാണെങ്കിൽ പിന്നെ ഇത് ഇഷ്ടമാവും അവർക്ക് കേട്ടോ. അത് കുറച്ചും കൂടെ അനുരാഗിണി എന്നുള്ളതൊന്ന് പറഞ്ഞേ മോൻ, ഒന്ന് പാടി. അല്ല ചുമ്മാ അനുരാഗ് കിളിയാ. അനുരാഗിണി. അന്ന് ശ്രുതിയിൽ ഒന്ന് പാടിക്കും മോനത്. അനുരാഗിണി ഇതാ എൻ കരളിൽ വിരിഞ്ഞ. അത് കുഴപ്പമില്ല, പൂവല്ലേ. കരളിൽ വിരിഞ്ഞ പൂക്കൾ. പൂക്കൾ എപ്പോഴും ശരിയാക്കണം കേട്ടോ. അത് കുറച്ച് പിന്നെ അണിയൂ, അങ്ങ് അണിഞ്ഞങ്ങ് ആശ തീർത്തല്ലേ. അണിയൂ ഇതൊക്കെ പാടുമെന്ന് വിചാരിച്ചു ഞാൻ. നന്നായി. അതെന്തിനായിരുന്നു അത്? ആക്ച്വലി ഒരു കൺഫ്യൂഷൻ ആയിരുന്നു പുറത്തുനിന്ന്. പുറത്തുനിന്നാ? ഇല്ല, റിഹേഴ്സൽ ചെയ്യുമ്പോൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അണിയൂ. അയ്യോടാ, അത് ഒന്ന് പാടിക്കുക, ഒറിജിനൽ ഒന്ന് പാടിക്കുക. അണിയൂ അണിയൂ പിന്നെ അണിയൂ അണിയൂ. അത്രേ ഉള്ളൂ കേട്ടോ. ചുമ്മാ അണിയല്ലേ. അണി ഇങ്ങനെ കൊണ്ട് പറ്റിക്കൂ. അണിയൂ അടുത്തല്ലല്ലോ കേട്ടെ മോൻ. അതുപോലെ തുഷാരമേഘങ്ങൾ പാടുന്നതിൽ മേഘം ആ നോട്ടിനൊരു കുറച്ചും കൂടെ ക്ലാരിറ്റി വേണം. തുഷാരമേഘങ്ങൾ തുഷാരമേഘങ്ങൾ മേഘങ്ങൾ പാടിക്കും. അതല്ല എക്സ്ട്രാ പിന്നെ ഒരു ചുനിപ്പ് പാടുന്നത് കുഴപ്പമില്ല. മമമോഹം റിപ്പീറ്റ് കുറച്ചും കൂടെ ഫീൽ ചെയ്ത് പാടണം. മമമോഹം. അത് മമമോഹം നീ തരില്ലേ എന്ന് പാടുന്നു. മമമോഹം നീ തരില്ലേ എന്ന് പാടുന്നൊരു സുഖമല്ലേ. ഉള്ളിന്ന് പാട്. ഞാൻ എപ്പോഴും പറഞ്ഞാൽ ഇവിടുന്ന് ഇവിടുന്ന് പാട്. ഒന്നൊന്ന് പാടിക്കോൻ, അത് മാത്രം. അത് മമമോഹം നീ തരില്ലേ, അത് കഴിഞ്ഞിട്ട് മമമോഹം നീ അറിഞ്ഞു. സോറി മോന, അത് തെറ്റിപ്പോയി, വയസ്സായില്ലേ. മമമോഹൻ നീ തരില്ലേ, അത് കുഴപ്പമില്ല. മമമോഹം നീ അറിഞ്ഞു. ഒന്നുകൂടെ കുറച്ച് ചിരിക്ക് എന്റെ ചക്കര. മമമോഹം നീ അറിഞ്ഞു. എൻ്റെ മോഹം എന്തിനാണ് അറിഞ്ഞതെന്ന് തോന്നിപ്പോകുന്ന വിധത്തിലാവരുത് എക്സ്പ്രഷൻ കേട്ടോ മുഖത്ത്. പിന്നെ മൈനകൾ ഓക്കെ. നീ തരില്ലേ നന്നാവാം കേട്ടോ. നിന്റെ ഏതാണ്ട് ഒരു ഇംപ്രവൈസ് ചെയ്ത് ഒരെണ്ണം കൊള്ളായിരുന്നു, പിന്നെ അത് ശരിക്കും വന്നതുമില്ല. എന്തായിരുന്നു അതെന്തായിരുന്നു അത് പാടാൻ ശ്രമിച്ചത് മോൻ? ഒരെണ്ണം കൊള്ളായിരുന്നു, ഒരെണ്ണം എക്സിക്യൂഷൻ ശരിയായില്ല. ഒരു കൊള്ളായിരുന്നു ഐറ്റം. ഇത് നിന്റെ ജീവനിലൊരു സംഗതി എങ്ങനെ അത് ബോറായി പോയി. ഇവിടെ ജീവനിൽ എങ്ങനെ ഇതിനാ വിടാൻ പറഞ്ഞത്? എന്തായിരുന്നു പ്ലാൻ ചെയ്ത്? അനുരാഗിണി ഈ അനുരാഗിണി ഡ്രാമ വരണോ?
ഇതായിൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ ഒരു രാഗമാലയായി ഇതു നിന്റെ ജീവനിൽ നിന്റെ ജീവനിൽ. അത്രയ്ക്ക് മെനക്കെടണോ? കാര്യം ആ ടോട്ടൽ ആ ഒരു പാട്ടിൻ്റെ ഒഴുക്കിൽ നിന്ന് ഇത് വേറൊരു വഴിക്കാണ് കേട്ടോ. അത് മാത്രം നോക്കിയാൽ മതി. പക്ഷെ രസമായിരുന്നു മോൻ പാടിയത് കേട്ടോ. ശബ്ദാർപ്പം എന്താണ് ഇപ്പം പറ്റിയത്? അത് സ്ട്രെയിൻഡ് ആണ്. എന്താ വെച്ചാൽ ഇടയ്ക്ക് കാറ്റായി പോണ മാതിരി ഹൈയിലൊക്കെ പാടിയപ്പോ പൂക്കൾ പാടിയപ്പോ വരാണ്ടിരുന്നില്ല. അതേപോലെ മോനെ അതൊന്നും പിടിപ്പിച്ച് വെക്കരുത് ഓരോ അസുഖങ്ങൾ കേട്ടോ. ഐസ്ക്രീം ഒക്കെ കഴിക്കുമോ? ഇല്ല. വെയിൽ കൊള്ളോ? തണുപ്പ് കൊള്ളോ? ഉറങ്ങുമോ? ഉറങ്ങത്തില്ലേ? ഉറങ്ങണം. ഇഷ്ടംപോലെ വെള്ളം കുടിക്കണം. ചൂടുവെള്ളം കുടിക്കണം എപ്പോഴും. പൊള്ളിക്കുന്ന വിധത്തിലല്ല, നമ്മൾ മനുഷ്യനെ കുടിക്കാവുന്ന വിധത്തിൽ ചൂടുവെള്ളം കുടിക്കുക എപ്പോഴും കേട്ടോ. നിങ്ങൾ പാട്ടുകാർക്കുള്ള ഒരു അഡ്വൈസാണ്. പൊടി മൂക്കി കയറ്റാണ്ടിരിക്കുക, ചൂട് കൊള്ളാണ്ടിരിക്കുക, നമ്മുടെ തല വേർക്കാണ്ട് സൂക്ഷിക്കുക കേട്ടോ. അതുപോലെ തൈര് കഴിക്കുമോ? പറയാം. അച്ചാർ കഴിക്കുമോ? കഴിക്കരുത് കേട്ടോ. അച്ചാർ കഴിക്കരുത്, വിട്ടേക്ക്. അച്ചാറിനെ മറന്നേക്കുമോ കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ശരത് സർ. ഒരു വേറിട്ട അഭിപ്രായം ശ്രീനി സാറിനുണ്ട്. എന്താണ് ശ്രീനി സാർ? വാട്ട് ഡു യു ഡിസഗ്രി? അച്ചാറിന്റെ കാര്യം അല്ല ജിതിൻ, യു സാങ് വെൽ ജിതിൻ, നന്നായി പാടി. സാങ് വെരി വെൽ. ബട്ട് വാട്ട് ശരത് പറഞ്ഞത് ആ ഫീലിൻ്റെ കാര്യം, അത് ഐ തിങ്ക് വോയിസിൽ സ്ട്രെയിൻ ഉള്ളതുകൊണ്ടാണ് ഒരു ഡൈനമിക്സ് ഇല്ലാതെ വന്നത് ചില കാര്യങ്ങൾ. ആൻഡ് അനദർ തിങ് ഇസ് യു ആർ കോൺസ്റ്റൻ്റ്ലി തിങ്കിങ് അബൌട്ട് ഞാൻ ശരിയായിട്ട് പാടുന്നുണ്ടോ, ഈ സംഗതികളൊക്കെ കറക്റ്റായിട്ട് പാടുന്നുണ്ടോ. ആ ടെൻഷൻ വേണ്ട. വൺസ് യു ആർ ദെയർ you forget about everything else. That you have to have, you know, don't think about strain ഉണ്ടായിരുന്നു. അപ്പോൾ സ്ട്രെയിൻ എസ്പെഷ്യലി ദ ഹൈ ലൈനിൽ ഹെഡ്ഫോൺസിൽ കേൾക്കാമായിരുന്നു. നോർമലി വോയിസ് വളരെ സ്മൂത്താണ്. സോ even there it was audible. Okay, so it means that no, you had strain, so that's okay. But otherwise feel നന്നായിരുന്നു. Ani you, that was only the mistake. The rest was fine. ആ improvisation ടേക്കിൽ നന്നായിരുന്നു. Nice. Overall very good. Go like this. ഇന്ന് ടുഡേ കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു നേരത്തെ. അപ്പോൾ സ്ട്രെയിൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. അച്ചാറൊക്കെ കഴിക്കാം. ഞാൻ പറഞ്ഞല്ല, നമ്മുടെ ഗാനഗന്ധർവൻ ശ്രീ യേശുദാസ് അത് for him it is okay. For each person it is different. അണ്ണാജി ചുമ്മാ അച്ചാർ ജീവിതങ്ങളാണ്. SPB അച്ചാർ കഴിക്കും, ഐസ്ക്രീം കഴിക്കും, എല്ലാം കഴിക്കും. അത് അദ്ദേഹത്തിന് റേഞ്ച് കുറഞ്ഞു, പഴയതുപോലെ പാടാൻ പറ്റത്തില്ല. ഇയാളെ ആക്കുമല്ലോ. അച്ചാറില്ലേ കുറച്ച് മിച്ചറെങ്കിൽ വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ അച്ചാർ കഴിക്കാറില്ല. അത് മേളിൽ അണ്ണാച്ചി അതല്ലേ തൈരും അച്ചാറും എല്ലാം കഴിച്ച് അതിൻ്റെ ഇടയിൽ കിടക്കുന്നത്. അതുപോലല്ലേ ബാക്കിയുള്ളവർ. അണ്ണാച്ചി ഒരു ഭയങ്കര വേറൊരു ജന്മമാണ്. ഇയാളുടെ വോയിസിന് ആസിഡിറ്റി വരാൻ ടെൻഡൻസി ഉണ്ട്. അതുകൊണ്ട് ഓരോ വോയിസുകളും നല്ലതിട്ടാ. ജിതിൻ, അച്ചാറിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഇനി നമുക്ക് സ്കോർസ് അറിയാം. ശ്രീനിസ സ്റ്റിൽ 28 on 30. താങ്ക് യു സർ. സുജാ ചേച്ചി എനിക്ക് വലിയ ഇഷ്ടമായി. 28.5 on 30. താങ്ക് യു ചേച്ചി. ശരത് സർ? അപ്പം ഞാൻ ചെന്നൈയിൽ പോയിട്ട് ഐശ്വര്യമായിട്ട് ശ്രീനിവാസ് അച്ചാർ കമ്പനി എന്നിട്ട് തുടങ്ങും. എന്നിട്ട് അതിൽ 3 പാക്കറ്റ് മോന് അയച്ചു തരും കേട്ടോ. അത് കഴിക്കാതെ എനിക്ക് തിരിച്ചങ്ങ് അയച്ചു തരണം. അപ്പം അത് ഞാൻ എനിക്കെതിരായിട്ട് പാടുന്നവർക്ക് എല്ലാവർക്കും ഇച്ചിരി വിളമ്പി കൊടുക്കും കേട്ടോ. 27.5 on 30. താങ്ക് യു ശരത് സർ. 84 on 90 is your score. ഇനി നമുക്ക് ഓവറോൾ പെർഫോമൻസിന് എത്രയാണ് ജഡ്ജസ് നൽകിയിരിക്കുന്നത് നോക്കാം. ഓവറോൾ പെർഫോമൻസ് on 10 ഈ സ്ട്രെയിൻ വെച്ച് പാടിയല്ലോ. So yeah, this is enough. 8 on 10 and your final score is 92 on 100. Thank you.